പ്രാർത്ഥിക്കുന്നവൻ്റെ ഒന്നും ആരും പിടിച്ചടക്കുകയില്ല. തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന ഒരു ദൈവം, ഒരൊടേ തമ്പുരാൻ നമുക്കുണ്ട്. അപ്പം ബലിപീഠം പണിതവൻ തോറ്റോ? കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചവൻ പരാജയപ്പെട്ടു പോയോ? ഇത് എഴുതി വയ്ക്കണം. ഇത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ധാരാളം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷേ അതൊന്നും വലിയ മുറിവുകളായോ വലിയ കയ്പായോ ജീവിതത്തിൽ മാറിയില്ല. ശ്രദ്ധിച്ച് കേൾക്കുമോ? വലിയ പ്രശ്നങ്ങളും വലിയ പ്രതിസന്ധികളും ഒറ്റപ്പെടലുകളും തഴയപ്പെടലുകളും ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു വലിയ കയ്പായോ വലിയ മുറിവായോ ഒന്നും ജീവിതത്തിൽ മാറിയില്ല. അതുകൊണ്ട് ജീവിതത്തിലുണ്ടായ മുറിവിനെ ഓർത്ത്, വേദനയെ ഓർത്ത് കരയാനല്ല ദൈവം ഇടവരുത്തിയത്, നന്ദി പറയാനാണ്. ജീവിതത്തിലുണ്ടായ വേദനകളെ ഓർത്ത്, സങ്കടങ്ങളെ ഓർത്ത്, ഒറ്റപ്പെടലിനെ ഓർത്ത് കരയാനല്ല ദൈവം ഇടവരുത്തിയത്, നന്ദി പറയാനാണ്. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ എല്ലാ വേദനകളും മനസ്സിലൊന്നോർത്ത് നിങ്ങൾ യേശുവിൻ്റെ കുരിശിനെ ഒന്ന് മനസ്സിൽ കാണുക. യേശുവിൻ്റെ ആ കുരിശിനെ മനസ്സിൽ കാണുക. ഒരു കാലത്ത് ഒത്തിരി നാണക്കേടിലൂടെയൊക്കെ കടന്നുപോയോ? ഇന്നൊത്തിരി വേദനകളൊക്കെ ഉണ്ടോ? ആ കുരിശിലേക്കൊന്ന് നോക്കിയേ. മനസ്സിൽ ആ ക്രൂശിത രൂപത്തിലേക്കൊന്ന് നോക്കിയേ. കുരിശിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും നന്മകൾ ചെയ്ത് കടന്നുപോയ യേശു ഒരുപാട് നിന്ദകളും അപമാനങ്ങളും അടിയും കുത്തും എല്ലാം ഏറ്റുവാങ്ങി ആ കുരിശിൽ കിടക്കുന്നു. എന്നാൽ അതെല്ലാം പിന്നീട് മഹത്വമായി മാറി. ആ വേദനകളെല്ലാം പിന്നീട് മഹത്വമായി മാറി. ഉയർപ്പിൻ്റെ ശക്തി ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ അത് മഹത്വത്തിൻ്റെ അടയാളമായി മാറും. നിങ്ങളുടെ വേദനകളെല്ലാം സമർപ്പിച്ച ആ 2 വരികൾ മാത്രം, ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല. എൻ്റെ വേദനകളെ ഓർത്ത് ദൈവമേ, എനിക്ക് കരയാനല്ല ദൈവം ഇടവരുത്തിയത്, നന്ദി പറയാനാണ്. എല്ലാ വേദനകളും കരയാനും പ്രാകാനും ശപിക്കാനുമുള്ളതല്ല. ചില വേദനകൾ അനുഗ്രഹമാണ്. ചില വേദനകൾ അനുഗ്രഹത്തിന് വേണ്ടി ഉള്ളതാണ്. കണ്ണുകളൊക്കെ നടച്ച് ഒരനുഗ്രഹം പിറക്കാൻ, ഒരനുഗ്രഹം ജനിക്കാൻ 21 ദിവസം മുതൽ 30 ദിവസം വരെയുള്ള ഒരുക്കം ആവശ്യമാണെന്നാണ് അറിവും അനുഭവമുള്ളവർ പറയുന്നത്. ഒരനുഗ്രഹം പിറക്കാൻ 21 ദിവസം മുതൽ 30 ദിവസം വരെയുള്ള ആത്മീയ ഒരുക്കം ആവശ്യമാണ്. ഏറ്റവും ഒരുക്കത്തോടെ ഒന്ന് നിൽക്കാമോ? ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴേ, നിങ്ങൾ വെറുതെയാണ് ഇവിടെ വന്നതെങ്കിൽ അത് ശാരീരിക ക്ഷീണത്തിന് കാരണമാവും. ശരീരത്തിന് മടുപ്പ്, ഉറങ്ങാൻ പറ്റിയില്ല, കാലുവേദന, വെറുതെയാണ് വന്നതെങ്കിൽ അത് ശാരീരിക ക്ഷീണത്തിനേ കാരണമാവുള്ളൂ. ഒരു നിയോഗത്തോടെയാണ് വന്നതെങ്കിൽ, വിശ്വാസത്തോടെയാണ് വന്നതെങ്കിൽ അതൊരനുഗ്രഹം ജനിക്കാൻ കാരണമാവും. അതൊരു മറ്റൊരു അനുഗ്രഹം കുടുംബത്തിൽ കയറി വരാൻ കാരണമാവും. വേറൊരു നന്മ കണ്ട് സന്തോഷിക്കാൻ അത് കാരണമാവും. ചുമ്മാതെ ഒരു കടയിൽ കയറുന്ന പോലെയാ വന്നെങ്കിൽ അത് ശാരീരിക ക്ഷീണത്തിന് കാരണമാവത്തുള്ളൂ. വിശ്വാസത്തോടെ വരുമ്പം അതെവിടെ നിന്ന് വന്നവരാകട്ടെ,
ഒരനുഗ്രഹം ജനിക്കാൻ ഇടവരും. നമ്മൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ചെല്ലാം ഒന്ന് അനുദപിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് പാപത്തെക്കുറിച്ച് അനുദപിച്ചാൽ പാപത്തിൻ്റെ ഫലത്തിന് നമ്മെ ബന്ധിക്കാനാവില്ല. മനസ്സിലായോ? നമ്മൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചാൽ ആ പാപഫലത്തിന് എന്നെയോ നിങ്ങളെയോ ബന്ധിക്കാൻ കഴിയില്ല. ഒന്നെല്ലാ തെറ്റുകളെയും ഓർത്ത് അനുദപിച്ച് ഇത്ര നല്ലവൻ. ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ആ പാട്ടിൻ്റെ അടുത്ത വരിയുണ്ട്, എന്നായുസിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തി എരിയട്ടെ, ഞാൻ നിന്നിൽ മറയട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വിശ്വാസത്തോടെ ശ്രദ്ധിച്ച്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. തുരുമ്പുള്ള ഒരു കത്തി, ക്ലാവ് പിടിച്ച ഒരു കത്തി, കറിക്കരിയാൻ, അടുക്കളയിൽ പയറ് മുറിക്കാൻ, വെണ്ടയ്ക്ക മുറിക്കാൻ, സവോള മുറിക്കാൻ ഉപയോഗിക്കില്ല. മൂർച്ചയുള്ള കത്തിയെ ഉപയോഗിക്കുള്ളൂ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ തുരുമ്പിച്ച കുറേ കത്തികളല്ല. പ്രാർത്ഥനയുടെ മൂർച്ചയുണ്ട്, വിശ്വാസത്തിൻ്റെ തിളക്കമുണ്ട്. ദൈവം അതിനെ വലിയ കാര്യങ്ങൾക്ക് കയ്യിലെടുക്കും. തുരുമ്പിച്ച കത്തികളായിരിക്കാനല്ല ദൈവനിയോഗം, മൂർച്ചയുള്ള തിളക്കമുള്ള കത്തികളായി മാറണം. തുരുമ്പിച്ച കത്തിക്ക് അടുക്കളയിൽ പോലും സ്ഥാനമില്ല. മൂർച്ചയുള്ള തിളക്കമുള്ള കത്തിക്ക് അതേ പലരും കയ്യിലെടുത്ത് അത് പ്രയോജനപ്പെടുത്തുകയുള്ളൂ. ഏറ്റവും ആത്മാർത്ഥതയോടെ നിന്ന് എല്ലാവരും ചേർന്ന് ഈ പാട്ടിൻ്റെ വരികളൊന്ന് പാടിയേ. എന്നായുസിൻ ദിനമൊക്കെയും, എൻ്റെ ആയുസിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി. എല്ലാവരും പാടുമോ? എൻ്റെ ആയുസിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി. അടുത്ത വരി ശ്രദ്ധിച്ച്, ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരുമിച്ച് പാടി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞ. ആ കരം ഉയർത്തി പിടിച്ചൊരിക്കൽ കൂടി പാടുമോ? എൻ്റെ ആയുസിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി. എല്ലാവരും പാടിയേ. എൻ്റെ ആയുസിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞ. ആ കരങ്ങളെ ഉയർത്തി ഇന്നത്തെ ദിവസത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന നല്ല ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി അധരങ്ങളെ തുറന്ന് ഉറക്കെ വിളിച്ച് യേശുവേ, ജീസസ്, ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇരിക്കാമോ? ഹല്ലേലൂയ. ഇന്ന് ഈ ആലയത്തിലേക്ക് പ്രാർത്ഥനയോടെ വന്ന എല്ലാവരെയും സന്തോഷത്തോടെ സ്നേഹത്തോടെ കാണുന്നു. നിങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹമുള്ള ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ടാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് ദൈവവചനം പറയുമ്പോൾ നല്ലൊരു അപ്പൻ്റെ മനസ്സോടെ എനിക്ക് ദൈവവചനം പ്രസംഗിക്കാൻ ഇടവരട്ടെ. നല്ലൊരു അമ്മയുടെ മനസ്സോടെ നിങ്ങളോട് ഈ വചനം പറഞ്ഞു തരാൻ എനിക്ക് ദൈവകൃപ ലഭിക്കട്ടെ. ഞാനിന്ന് പ്രസംഗിക്കുന്നത് അങ്ങനെയാകട്ടെ. ഒരാളെയും വേദനിപ്പിക്കുന്നതൊന്നും
ഞാൻ പ്രസംഗിക്കാൻ ഇടയാക്കരുത്. നല്ലൊരപ്പൻ്റെയും നല്ലൊരമ്മയുടെയും മനസ്സ് എനിക്ക് ഈ ജനത്തോട് പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ എനിക്ക് തരണമേ. നല്ലൊരപ്പൻ്റെ നല്ലൊരമ്മയുടെ മനസ്സോടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പ്രസംഗിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾ ആഗ്രഹത്തോടെ ഇവിടെ വന്നല്ലോ, അത് വലിയ കാര്യമാണ്. ഈ ഉച്ച സമയത്ത്, ഈ പകൽ സമയത്ത് ഇങ്ങനെ വന്നിരിക്കണമെങ്കിൽ ഇതൊരു ദൈവനിശ്ചയമാണ്. ഇത് ദൈവത്തിൻ്റെ വീടാണ്. പല ആളുകളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, സ്നേഹം തരാറുണ്ട്, സപ്പോർട്ട് തരാറുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറയുവാണ്. എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് സത്യസന്ധമായൊരു സ്നേഹം ഒരാൾ നിങ്ങൾക്ക് തന്നാൽ ഓർത്തോണം, നല്ല ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹം ആ വ്യക്തിയിലൂടെ നിനക്ക് ദൈവം തരുന്നതാണ്. നമ്മുടെ ഈ ആലയത്തിൽ ആരോടും പൈസ ചോദിക്കാറില്ല. ഇഷ്ടമുണ്ടെങ്കിൽ തരിക, ഇഷ്ടമില്ലെങ്കിൽ തരണ്ട, പ്രാർത്ഥിച്ചു പോവുക. എന്നാലും ചിലർ ഞങ്ങളെ സഹായിക്കാറുണ്ട്, പണം നൽകി സഹായിക്കാറുണ്ട്, ചോദിക്കാതെ. 500 രൂപയാകും, 1000 ആകും, നേർച്ച ഭക്ഷണത്തിന് എത്രയാകും. അപ്പോൾ ഞങ്ങളിത് സ്വീകരിക്കുന്ന ഓഫീസിലുള്ളവരോട് പറയും, ഒരാൾ അവരുടെ കീശയിൽ നിന്ന് ഒരു 100 രൂപ എടുത്തു തരുമ്പോൾ സ്നേഹത്തോടെ സ്വീകരിക്കണം. കാരണം ദൈവം ആ വ്യക്തിയിലൂടെ ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കാൻ ആ വ്യക്തിയിലൂടെ നമുക്ക് തരുന്ന 100 രൂപയാണ്. അത് ആ വ്യക്തിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമല്ല, ദൈവം ആ വ്യക്തിക്ക് തോന്നിപ്പിച്ചുകൊണ്ടാണ്. ആ വ്യക്തിയിലൂടെ ദൈവം നമുക്ക് തരുന്നതാണ്. അത് ജോലിയാകട്ടെ, സ്നേഹമാകട്ടെ, എന്ത് നന്മയാകട്ടെ, ആ വ്യക്തിയിലൂടെയാണ് ദൈവം എനിക്ക് തരുന്നത്. ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും അംഗീകാരവും ബഹുമാനവും ആളുകൾ തരുമ്പോൾ എന്നോടൊരാൾ ഉപദേശിച്ചതാണ്, അതിലൊട്ടും അഹങ്കരിക്കരുത് കേട്ടോ. ആ വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവം നിനക്ക് തരുന്നത്. അതിൽ ഞാൻ വലിയ ആളാന്ന് ചിന്തിക്കല്ല്, അത് വലിയ പുള്ളിയാന്ന് ചിന്തിക്കാതെ നന്ദി പറയണം. ആ വ്യക്തിയിലൂടെ എനിക്ക് ആ സ്നേഹം അനുവദിച്ചു തന്നതിന് ഒത്തിരി നന്ദി. ഞാൻ 7 ആശീർവാദത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. കീറിപ്പോയ തുണി സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നിക്കെട്ടും. സത്യസന്ധമായ പ്രാർത്ഥനയും ദൈവസ്നേഹവും കൊടുക്കുന്നിടത്ത് കീറിയ മനസ്സുകളും ഇതുപോലെ സൂചിയും നൂലുവിട്ട് തുന്നുന്നത് പോലെ ചേർന്ന് വരും. ശരിക്കും അങ്ങനെ ഒരു ഓപ്പറേഷൻ ഇവിടെ നടക്കുവാണ്. ഒരുപാട് മനുഷ്യരുടെ വേദനകളെ പ്രാർത്ഥന കൊണ്ടും ദൈവസ്നേഹം എന്ന സൂചി നൂലുകൊണ്ട് ചേർത്ത് വരിക. അപ്പോൾ ശരിക്കും ഇത് ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്, ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണ്, ദൈവം ഇടപെടുന്ന സമയമാണ്. നമുക്ക് ദൈവത്തോട് ഒത്തിരി നന്ദി പറയണം. ഹല്ലേലൂയ. ഈ സമയം ദൈവം ഒരുക്കിയതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നിങ്ങളാരും ഇവിടെ വരുന്നത് ചുമ്മാതെയാണെങ്കിൽ അത് ശരീരത്തിന് ക്ഷീണമാണ്. കൈവേദന, കാലുവേദന, ഉറങ്ങാൻ പറ്റിയില്ല, നഷ്ടമാണ്. ഒരു നിയോഗത്തോടെയാണ് വരുന്നതെങ്കിൽ ഒരനുഗ്രഹം പിറക്കാൻ, ജനിക്കാൻ കാരണമാവും. ഒരു അനുഗ്രഹം, ഒരു കോഴിക്കുഞ്ഞ് ജനിക്കാൻ എത്ര ദിവസം വേണം? 20-21 ദിവസമൊക്കെ വേണം ഒരു കോഴിക്കുഞ്ഞുണ്ടാകാൻ. ഒരു മുട്ടയിൽ നിന്ന് പുറത്ത് വരാൻ 21 ദിവസം വേണം. ഒരനുഗ്രഹം ജനിക്കാൻ എത്ര ദിവസം വേണം? ഒരാളിൽ ഒരു ദൈവിക നന്മ ജനിക്കാൻ 21 ദിവസം മുതൽ 30 ദിവസം വരെ വേണം എന്നാണ് അനുഭവമുള്ള ഒരാൾ പറഞ്ഞത്. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ദാനിയേൽ 21 ദിവസത്തേക്ക് 3 ആഴ്ചത്തേക്ക് പ്രാർത്ഥന ആരംഭിച്ചു. 3 × 7 21. ചില നല്ല ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുമ്പം അനുഗ്രഹം ജനിക്കാൻ ഇടവരും. ഇവിടെ നിങ്ങളിൽ
ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഒരു ആമുഖം പോലെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. ഇന്ന് 2026 ഓഗസ്റ്റ് 21 ഇതൊരു തീയതി മാത്രമല്ല, എന്നെ ദൈവം അനുഗ്രഹിച്ച ഒരു ദിവസം കൂടി ആയിരിക്കട്ടെ. 2026 ഓഗസ്റ്റ് 21 കേവലം ഒരു തീയതി മാത്രമല്ല, ദൈവം എന്നെ അനുഗ്രഹിച്ച ഒരു ഓഗസ്റ്റ് 21 കൂടെ ആയിരിക്കട്ടെ. ഇത് ദൈവം എന്നെ അനുഗ്രഹിച്ച ദിവസം കൂടി ഈ 2026 ഓഗസ്റ്റ് 21 ആയിത്തീരട്ടെ. ഇന്നലെ വന്നവരോട് ഞാനിത് പറഞ്ഞു, എങ്കിലും ഒന്നും കൂടെ ഇന്ന് കുറേ ആളുകളുണ്ട്, 1000-ലധികം ആളുകളുണ്ട്, നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് പറയുന്നത്, നമുക്ക് പ്രാർത്ഥിക്കുന്ന ചിലരുടെ സഹായം വേണം. എല്ലാ കാര്യവും ഒറ്റയ്ക്ക് നടക്കത്തില്ല. നടക്കുമോ? നിങ്ങൾ ചിന്തിച്ച്, ഇവിടെ ഒത്തിരി പിള്ളേരുടെ പേരെഴുതി വച്ചിട്ടുണ്ട്, ഒത്തിരി കാശുണ്ട്, നല്ല ജോലിയുണ്ട്, 2-3 വണ്ടിയുണ്ട്, വലിയ വീടുമുണ്ട്. പക്ഷെ മക്കൾ വീട്ടിൽ കയറിയാലെങ്കിലോ അത് പരാജയമാണ്. വീടുണ്ട്, കാറുണ്ട്, കാശുണ്ട്, വലിയ ആളാണ്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, അവിടെയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മക്കൾ വീട് വിട്ടു പോയാൽ ആ സമ്പത്ത് വിജയമല്ല, അത് പരാജയമാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾ പേപ്പറിൽ വായിച്ചില്ലേ, ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് കൊട്ടേഷൻ കൊടുത്ത് ഒരാളെ കൊന്നത്, കൊല്ലത്ത്. ഇന്ന് വാർത്തയിൽ വായിച്ചു, ഒരു അധ്യാപികയെ പിള്ളേർ കുത്തിക്കൊന്നെന്ന്. ഒരു അധ്യാപികയെ കുത്തിക്കൊന്നു. വാർത്തയിലുണ്ട്, മനോരമയിലും മാതൃഭൂമിയിലെ ഇന്നത്തെ വാർത്തയാണ്. എപ്പോഴോ ഫോൺ ഒരാൾ കാണിച്ചു, ഇതാ ഇങ്ങനെയൊരു വാർത്ത. എന്തിനാ ഇങ്ങനെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊരനുഗ്രഹം ആകുവാൻ. നല്ല ഫോർമേഷൻ അവർക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ അവർ നമുക്കൊരു തലവേദന പോലെയാകും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത് നിങ്ങളും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാ കാര്യവും ഒറ്റയ്ക്ക് നടക്കത്തില്ല. ഒഴുകുന്ന ഒരു പുഴ പോലും ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല. പറ്റുമോ? എനിക്ക് നല്ല PG ഡോക്ടറേറ്റൊക്കെ ഉണ്ട്, ഒഴുകുന്ന പുഴ ഒറ്റയ്ക്ക് കിടക്കില്ല. ഞാൻ വലിയ പുള്ളിയാണ്, എൻ്റെ 10 ലക്ഷം രൂപ ബാങ്കിൽ ഫിക്സഡ് കിടപ്പുണ്ട് എന്ന് വിചാരിച്ച് ഒഴുകുന്ന ഒരു പുഴ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല. ചിലരിങ്ങനെ നമ്മുടെ കയ്യെ പിടിച്ച് സപ്പോർട്ട് ചെയ്ത് സഹായിച്ചാലേ അപ്പുറം എത്താൻ പറ്റുള്ളൂ. ചിലരുടെ സഹായം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഒറ്റപ്പെടലുകൾ, തകർന്നു പോകുന്ന സമയങ്ങൾ ഒറ്റയ്ക്ക് മറികടക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് പറ്റില്ല. ആരെക്കൊണ്ട് പറ്റും? ആ സമയത്തൊക്കെ ദൈവത്തോട് ബന്ധമുള്ള നല്ല ചില മനുഷ്യരുടെ സഹായം ഉണ്ടെങ്കിലേ അത് മറികടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ചിലരോടുള്ള ചില ബന്ധങ്ങൾ നിനക്കൊരനുഗ്രഹമായിട്ട് മാറും. വിശ്വസിക്കുന്നോ? ചില സമയത്ത് ഒറ്റയ്ക്ക് പറ്റില്ലെന്നേ. നമ്മൾ പറയും വലിയ പുള്ളിയാണ്, ശക്തിയുണ്ട്, ബലമുണ്ട്, ആരോഗ്യമുണ്ട്, എൻ്റെ കുടുംബക്കാരാണ് അവിടെയുള്ള വലിയ വലിയ ആളുകൾ. പക്ഷെ ചില സമയത്ത് പ്രാർത്ഥനയുള്ള മനുഷ്യർ നമ്മളെ സഹായിക്കുമ്പോഴാണ് ചിലതിൽ നിന്നൊക്കെ മറികടന്ന് അപ്പുറം എത്തുന്നത്. അപ്പോൾ ചില ബന്ധങ്ങൾ ഭയങ്കര അനുഗ്രഹമാണ്. ഈ പ്രാർത്ഥിക്കുന്നതൊരു ഗുണമാണ്. ഇത് പറയാൻ കാരണം ചില കാര്യങ്ങളുണ്ട്. നിങ്ങളോടത് പറയാം. നമ്മൾ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പം ഈ 8 വല ഇങ്ങനെ രാത്രിയിൽ 8 വലയുണ്ടാക്കി വെച്ചിരിക്കുകയാണ് റോട്ടിൽ കൂടെ പോകുന്ന സൈഡിൽ. വലിയ റോഡല്ല, അധികം നമ്മുടെ ഈ നാട്ടുപ്രദേശത്തെ രീതി അനുസരിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ 8 വല കണ്ട ഉടനെ ഈ കൈ കൊണ്ട് നമ്മളങ്ങ് തൂത്ത് കളഞ്ഞേക്കും. ഇത്രേ ഉള്ളത്.
അതൊന്ന് തൂക്കുമ്പോഴത്തേക്ക് അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നമ്മുടെ കയ്യിൽ അത് പോവും, ഒന്നുമില്ല. ഇതിന് നമുക്ക് ആരുടെ സഹായമോ ബുദ്ധിയോ ഒന്നും ആവശ്യമില്ല. പക്ഷെ ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ചതിയുടെ വലയുണ്ടാക്കും. ചതിയുടെ വല അത് ഈ കണ്ണുകൊണ്ട് കാണത്തില്ല. 8 കാലി വല കാണാം. മനുഷ്യനുണ്ടാക്കുന്ന ചതിയുടെ വല കാണത്തില്ല. ഇന്നലെ എന്നെ കാണാൻ വന്ന ഒരാൾ അവരുടെ മകളെക്കുറിച്ച് അപ്പനും അമ്മയും പറയുവാണ്, ഞങ്ങളുടെ മകളാണിത്, ഞങ്ങൾ അവിടെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഭയങ്കര വിദ്യാഭ്യാസം, ഭയങ്കര പൈസയുണ്ട്, ചെറുക്കം വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ, പക്ഷേ അവനൊരു ഫ്രോഡായിരുന്നു വെച്ചോ. എൻ്റെ മകളുടെ ജീവിതം തകർത്തു. 8 കാലി വല കാണാം, അതിന് ഈ കണ്ണ് മതി, അത് ഈ കൈ മതി, ഇങ്ങനെ തൂത്താൽ മതി, അതങ്ങ് പൊക്കോളും. പക്ഷെ മനുഷ്യനുണ്ടാക്കുന്ന ചതിയുടെ വല ഈ കണ്ണുകൊണ്ട് കാണില്ല, കൈ ഇങ്ങനെ തൂത്താൽ പോവുകയില്ല. അതിന് ദൈവകൃപയുള്ള കണ്ണുകൾ വേണം. പ്രാർത്ഥനയുള്ള ഒരു കണ്ണു വേണം. അതില്ലെങ്കിൽ നമ്മളെ ചിലർ കുടുക്കിൽ കൊണ്ടുപോയി ചാടിക്കും. അവരുടെ മനസ്സിൽ ചതിയുണ്ട്, ചതി. അതുകൊണ്ടാണ് ചിലർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയുന്നേ, ആ ബന്ധം വേണ്ട കേട്ടോ, ആ ജോലി പോകാതിരിക്കുക നല്ലേ. ഇങ്ങനെയൊക്കെ ചിലർ പറയുമ്പം പ്രാർത്ഥനയുള്ള മനുഷ്യൻ ഒരാളുടെ തലയെ കൈവച്ച് ആ വല കണ്ടതുകൊണ്ടായിരിക്കും. കൺമുമ്പിൽ 8 കാലി ഉണ്ടാക്കുന്ന വല കളയാൻ ഒരു കൈ, ഒരു വിരൽ പോലും വേണ്ട, അത്രയും മതി. പക്ഷെ മനുഷ്യനുണ്ടാക്കുന്ന ചില ചതിയുടെ വലകൾ തീർക്കാൻ ഈ കൈയും പോലെ ഈ ആരോഗ്യവും പോരാ, അതിന് ദൈവകൃപയുള്ളൊരു കണ്ണ് വേണം. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു പോകും, 4 പാട്ടും പാടി കൈ അടിച്ച് ഒരഭിപ്രായവും പറഞ്ഞ് പോകുന്ന സ്ഥലമല്ല ഇത് ദൈവത്തിൻ്റെ വീടാണ്. ദൈവവചനം കേട്ട് ബോധ്യത്തോടെ ദൈവത്തെ വിളിക്കുന്ന സ്ഥലമാണ്. അല്ലാതെ ചുമ്മാ 2 വിറയും 2 വെപ്രാളവും 2 ഒച്ചയും വച്ച് ഒരു ബഹളം ഉണ്ടാക്കി 4 ബോക്സും വിറപ്പിച്ചിട്ട് പോകുന്ന സ്ഥലമല്ല. ഇവിടെ നിന്ന് പോകുന്ന ഒരാളും നശിച്ചു പോകാൻ പാടില്ല. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരാളും തകർന്നുപോയി ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാൻ ഒരു കാലത്തും ഇടയാകരുതെന്നും പറഞ്ഞ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ എത്ര രൂപയുടെ ഡീസൽ അടിച്ചു വണ്ടിക്കകത്ത്? 1000, 2000, 3000, 5000. 5000 രൂപയിൽ എത്ര 1 രൂപയുണ്ട്? അത്രയും രൂപയ്ക്ക് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ നേരത്തെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചപ്പോൾ 350 രൂപയായോ? ആ 350 രൂപയും നിങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ച പൈസയാണ്. ദൈവവചനം കേൾക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു, വണ്ടിക്ക് എണ്ണയടിച്ചു, അല്ലെങ്കിൽ വണ്ടിക്കാശായി, അതെല്ലാം നിനക്കൊരനുഗ്രഹമാണ്. ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം ദൈവത്തിനു വേണ്ടി വില കൊടുത്തവരെയൊക്കെ ദൈവം വിലപ്പെട്ടവരാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ത്യാഗം, ഈ നഷ്ടം, ഇതൊരു നഷ്ടമല്ല, ഇതൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക്, എൻ്റെ കയ്യിൽ ഒരു വാച്ചുണ്ട്, ഇതൊരു വാച്ചാണ്. ഇതേ നോക്കിയാൽ എനിക്ക് സമയം അറിയാം. എൻ്റെ പോക്കറ്റിൽ ഫോണുണ്ട്, ഫോണിൽ നോക്കിയാൽ സമയം അറിയാം. ഈ ഫോണും വാച്ചും മാത്രം പോരാ, ദൈവത്തിൻ്റെ സമയം അറിയുന്ന ഒരു വാച്ചും കൂടെ വേണം. അത് മേടിക്കാൻ കിട്ടത്തില്ല. കാനായിലെ കുടുംബത്തിൽ യേശു പറഞ്ഞില്ലേ, എൻ്റെ സമയമായിട്ടില്ല. അതേത് സമയമാണ്? ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, ഒരു സമയം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണ്. അത് ഈ ദൈവവചനമാകുന്ന വാച്ച് നോക്കുമ്പോൾ പിടികിട്ടും, ഇത് നിങ്ങൾക്കുള്ള സമയമാണ്, ഇത് നല്ല സമയമാണ്, ഇത് ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ സമയമറിയുന്ന ഒരു വാച്ചും ക്ലോക്കും ഒക്കെ വീട്ടിലും വേണം. നോർമൽ വാച്ച് പോരാ, ദൈവത്തിൻ്റെ മനസ്സറിയുന്നൊരു വാച്ച്, സമയമറിയുന്നൊരു വാച്ച്. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷത്തോടെ ഇന്ന് വചനം കേൾക്കുവാണ്. നല്ലൊരു വചനം എടുത്ത് നിങ്ങളോട് അല്പനേരം ഒന്ന് വേഗത്തിൽ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം, ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സനൂപ് വായിക്കുവാണ്. ജോഷുവയുടെ പുസ്തകം
3-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ശ്രദ്ധിക്കാം. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. അടുത്ത ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കര കവിഞ്ഞൊഴുകുക പതിവാണ്. ഇത് നല്ലതാണോ, നഷ്ടമാണോ, ലാഭമാണോ, ഇത് നന്മയാണോ, ചീത്തയാണോ? എല്ലാ വാക്കും ശ്രദ്ധിക്കണം. കൊയ്ത്തുകാലത്ത് ജോർദാൻ നദി കര കവിഞ്ഞൊഴുകുക പതിവായിരുന്നു. ഏത് സമയത്ത്? കൊയ്ത്തുകാലം. നെല്ല് നട്ട്, ഗോതമ്പ് നട്ട്, അതിന് വളവിട്ട്, അതിൻ്റെ കാടും പറിച്ച് അത് വിളവായി കൊയ്യാറായപ്പം പുഴ വെള്ളം പൊങ്ങിന്നു, എല്ലാം വെള്ളത്തിനടിയിലായി പോകും. അവിടെ പതിവായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. പതിവ്. എല്ലാം കൈയെത്തുന്ന സ്ഥലത്തെത്തും. കൈയുടെയും ചുണ്ടിൻ്റെയും അടുത്തുണ്ട്, പക്ഷേ ഇടയ്ക്ക് വെച്ച് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു. അതല്ലേ ആ വാക്കിൻ്റെ അർത്ഥം? കൊയ്ത്തുകാലത്ത് ജോർദാൻ നദി കരകവിഞ്ഞൊഴു. വർഷത്തിൽ 10 വർഷത്തിൽ ഒരിക്കലുമല്ല, അത് പതിവാണ്. ഇവർക്ക് അധ്വാനത്തിൻ്റെ ഫലം കിട്ടുന്നില്ല, അതൊരു പ്രശ്നമാണ്. അവിടെയാണ് വാഗ്ദാന പേടകമെടുത്ത പുരോഹിതന്മാരെ ദൈവം അവിടെ കൊണ്ടുവന്നത്. ഇന്നും ആവശ്യമാണ്. എല്ലാ പുരോഹിതന്മാരെയല്ല ആവശ്യം, വാഗ്ദാന പേടകമെടുത്ത പുരോഹിതന്മാർ. വേറെയും പുരോഹിതന്മാരുണ്ട്, വേറെയും പ്രീസ്റ്റ് ഉണ്ട്, വേറെ ശുശ്രൂഷക്കാരുണ്ട്. ദൈവം ആരെ തിരഞ്ഞെടുത്തേ? വാഗ്ദാന പേടകമെടുത്ത പുരോഹിതന്മാർ ഇന്നും ആവശ്യമാണ്. എല്ലാവർക്കും പറ്റത്തില്ല ഒഴുക്കിനെ നിർത്താൻ. അത് ചിലരെ കൊണ്ടേ ദൈവം ചെയ്യിക്കത്തുള്ളൂ. അത് വാഗ്ദാന പേടകം എടുത്തവർക്കേ ചിലതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുള്ള ശക്തി ദൈവം കൊടുത്തിട്ടുള്ളൂ. അവിടെ നിൽക്കട്ടെ, ഈ കാര്യം ശരിക്കും മനസ്സിലാക്കിയേ. കൊയ്ത്തുകാലത്ത് ജോർദാൻ നദി കര കവിഞ്ഞൊഴുകും. ഇവർക്കെല്ലാ വർഷവും നഷ്ടമാണ്, എല്ലാം വെള്ളത്തിനടിയിലാവും. കൊയ്യാറാകുന്ന സമയത്ത് മഴ പെയ്യുന്നു, തോട്ടിലും പുഴയിലും എല്ലാം വെള്ളം പോകുന്നു, പാടത്തേക്ക് വെള്ളം കയറുന്നു, എല്ലാം വെള്ളത്തിൻ്റെ അടിയിലേക്ക് മൂടിപ്പോകുന്നു, എല്ലാം ചീഞ്ഞു പോകുന്നു. ഇവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് എഴുതിയിരിക്കും കൊയ്ത്തുകാലത്ത്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നത്? വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. ഈ വാഗ്ദാന പേടകം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ഇതെടുത്തവരെ കൊണ്ടാ ദൈവം ചിലതൊക്കെ ചെയ്യിക്കുകയുള്ളൂ. ചുമ്മാ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ബൈബിൾ എഴുതിയിട്ടുണ്ട്, വാഗ്ദാന പേടകം വഹിക്കുന്ന ചുമക്കുക എന്ന് പറഞ്ഞാൽ തോളിൽ വെച്ച് നടക്കുന്ന പുരോഹിതന്മാർ, അവരെ കൊണ്ട് ദൈവം ചെയ്യിക്കുവാണ്. പുരോഹിതന്മാരുടെ പാദങ്ങൾ, അവരുടെ കാല് ആ വക്കത്ത് വച്ചതേ ഉള്ളൂ. കാല് ആ വെള്ളത്തിലിറങ്ങി വാഗ്ദാന പേടകവുമായി പുഴയുടെ നടുക്കൊന്നും നിന്നില്ല. ആ കാല് ആ പുഴയുടെ നദിയുടെ വക്കത്ത് കൊണ്ടേ വച്ചതേ ഉള്ളൂ. എന്തേലും നടന്നോ? വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. എല്ലാവരും വായിച്ചേ, വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു, നിർത്തി. ആരോ ഇങ്ങനെ പിടിച്ചു നിർത്തിയതുപോലെ എല്ലാവർക്കും പറ്റില്ല. നിയോഗമുള്ള വാഗ്ദാന പേടകം എടുത്തവർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ നന്മകളെ നശിപ്പിക്കുന്ന ആ ഒഴുക്കിനെ നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓർത്തെ, നിയോഗമുള്ള ചില ആളുകളുടെ പ്രാർത്ഥന നിനക്കും ആവശ്യമാണ്. അതാണ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കുന്നത്. ഹല്ലേലൂയ. ഞാനിങ്ങനെ വായിച്ചു, ഇന്നും അങ്ങനെയാണ്. പെട്ടകം ചുമക്കുന്നവരെ കൊണ്ടേ ദൈവം അത്ഭുതങ്ങളെ ചെയ്യിക്കത്തുള്ളൂ. അത് നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർത്തെ, നിങ്ങളും എല്ലാ ദിവസവും ദൈവവചനത്തിൻ്റെ താളം കേട്ടിട്ട് എഴുന്നേൽക്കുന്നവരാ കുറേ പേര്. അത് വാഗ്ദാന പേടകമാണ്. അതെടുക്കുന്നവരെ കൊണ്ട് ആ വീട്ടിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യിക്കും. നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ വീടിന് ഒരു അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ. ഇനി ഒഴുക്ക് നിലച്ചോ?
വെള്ളത്തിന്റെ ഒഴുക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. അവിടെ നിന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയും തകർച്ചയാണ്, പരാജയവാ, എന്ത് ചെയ്താലും ഒരു രക്ഷയില്ല, എത്ര ചെന്നാലും ഉയരാൻ പറ്റുന്നില്ല, കുടുംബം ഇങ്ങനെ തകർന്നു കിടക്കുക. ചില ഒഴുക്കുകളെ എല്ലാവർക്കും നിർത്താൻ പറ്റത്തില്ല. വാഗ്ദാന പേടകം എടുത്തവനെ കൊണ്ടേ ദൈവം അത് ചെയ്യിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇവിടെ വന്നതൊരു ദൈവ നിശ്ചയമാണെന്ന് വിശ്വസിച്ചോ. ഇവിടെ നിന്ന് കേൾക്കുന്ന ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രാർത്ഥനയും അനുഗ്രഹവും മറ്റൊരു വിടുതലിലേക്ക്, ഒരു ഉയർച്ചയ്ക്ക് കാരണമാകത്തക്ക വിധം ഒരു അനുഗ്രഹമായിട്ട് വരും. ഒരു കരം ഉയർത്തി, ഒന്ന് ശബ്ദം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുക്ക് നിലച്ചു. ഇനി അടുത്തത്, സാരഥാന് സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി അരാബ ഉപ്പുകടലിലേക്ക്. 17-ാമത്തെ വാക്യം, ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടെ നദി കടന്നപ്പോൾ. ഇനി അവിടെ ശ്രദ്ധിക്കണം, ഇസ്രായേൽക്കാർക്ക് ഇത് കടന്നു പോകാൻ തടസ്സം ഉണ്ടായിരുന്നോ? ഇല്ല. തടസ്സം ഉണ്ടായിരുന്നു. ഈ ഒഴുക്ക് തടസ്സമായിരുന്നു. പ്രതീക്ഷയോടെ വന്നത്. പക്ഷെ അവർക്ക് തടസ്സം ഉണ്ടായിരുന്നെങ്കിലും നിയോഗമുള്ള ചിലരുടെ പ്രാർത്ഥനയാണ് ആ പ്രതിസന്ധിയെ മറികടന്നു പോകാൻ കാരണമായത്. ഒന്നുകൂടെ തൊട്ട് താഴെ വായിച്ച്, കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാന്റെ മധ്യത്തിൽ വരണ്ട നിലത്ത് നിന്നു. അപ്പുറത്ത് നിന്നു. എത്ര നാൾ? ജോർദാൻ കടക്കുന്നത് വരെ, ലക്ഷ്യത്തിലെത്തുന്നത് വരെ. ശ്രദ്ധിച്ചേ, ലക്ഷ്യത്തിലെത്തുന്നത് വരെ നിയോഗമുള്ള ചില നല്ല മനുഷ്യരുടെ പ്രാർത്ഥന നിനക്ക് ആവശ്യമാണ്. 10 ദിവസത്തേക്ക് പോരാ, നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെ, നിങ്ങൾ ആ കടമ്പ കടക്കുന്നത് വരെ, ആ പ്രതിസന്ധി മാറുന്നത് വരെ വാഗ്ദാന പേടകവും എടുത്തുകൊണ്ട് പുരോഹിതന്മാർ അപ്പുറത്ത് നിപ്പുണ്ടായിരുന്നു. 1 മണിക്കൂറത്തേക്കല്ല അവർ നിന്നത്, അവർ ലക്ഷ്യത്തിലെത്തുന്നത് വരെ. എന്തിനാ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ദൈവവചനം കേൾക്കുന്നത്? അത് ആവശ്യമാണ്. ലക്ഷ്യത്തിലെത്തുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഓർത്തേ. വാഗ്ദാന പേടകം എടുത്ത് ചുമക്കുന്ന ചിലരെ കൊണ്ട് ഇന്നും ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യിക്കാറുണ്ട്. വിശ്വസിച്ചേ. ഞാനിങ്ങനെ വിശ്വസിക്കും. ഇന്നലെ ഞങ്ങൾ പറഞ്ഞു, ഇന്നലെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ദൈവം ഇങ്ങനെ അനുഗ്രഹം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെയായി കുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങളൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ബാഗ് എവിടെയെങ്കിലും പോണേ തന്നെ അടുക്കി പിറകി പോകണം. ഒരു ഭർത്താവ് എന്ന നിലയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ആവശ്യമായ ഡ്രസ്സ്, ആവശ്യമായതെല്ലാം ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ മടക്കി എടുത്ത് എല്ലാം വച്ചിട്ട് പറയും, പാക്ക് ചെയ്ത് വയ്ക്കും. നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കും. ഹോസ്റ്റലിൽ പോകുന്ന പാക്ക് ചെയ്ത് വയ്ക്കും. അതിനകത്ത് എല്ലാ സാധനവും ഉണ്ടാവും. ഇനി ഒരാഴ്ചത്തേക്കാണ് പോകുന്നെങ്കിൽ പല്ല് തേക്കാനുള്ളതും ബ്രഷും കുളിക്കാനുള്ള സോപ്പും ഷേവിങ് എല്ലാ സംഭവം അതിനകത്ത് വെച്ച് വെക്കും. ഒരു പെട്ടിക്ക് നമ്മളെ എടുത്തുകൊണ്ടങ്ങ് പോയാൽ മതി. ഇത് ദൈവത്തിൻ്റെ വീടല്ലേ. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചു പോകുമ്പം നിങ്ങൾക്ക് ആവശ്യമായതൊക്കെ സ്നേഹത്തോടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ദൈവം. ഇവിടെ പോകുമ്പോൾ ആ പെട്ടി എടുത്തുകൊണ്ട് പോകാൻ മറന്നേക്കല്ലേ. ആ പാക്ക് ചെയ്ത് വെച്ചത് ആ തിരക്കിനിടയിൽ ഓടുമ്പോൾ എടുക്കാതെ പോകല്ല. ഇവിടെ നിങ്ങൾക്കുള്ളൊരു നന്മയെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തോണ്ട്, ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കുള്ള അനുഗ്രഹത്തെ എടുത്തുകൊണ്ട് പോകണം. അതിന് നിയോഗമുള്ള ഒരു സ്ഥലമാണിത്. നിങ്ങളൊക്കെ ലക്ഷ്യത്തിലെത്താൻ ഈ ആലയത്തിലെ പ്രാർത്ഥന കാരണമാവും. ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഞങ്ങളുടെ കരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉയർത്തിക്കൊണ്ടേയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഉറപ്പ് തരുക, നല്ലൊരു പ്രാർത്ഥനയും നല്ലൊരു ദൈവാനുഗ്രഹവും അത് ഉറപ്പ് തരികയാണ്. ലക്ഷ്യത്തിലെത്തും. ഒരാൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? ഒരു ഹാളിനകത്താണ്. താഴെ നിൽക്കുന്ന ഒരുത്തൻ കുറേ കല്ല് പെറുക്കി ഇങ്ങോട്ട് എറിയുവാന്നിരിക്കട്ടെ, നമുക്കിട്ട് കൊള്ളത്തില്ല. കാരണം നമ്മളൊരു കെട്ടിടത്തിനകത്തായിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഒരു പ്രാർത്ഥനയ്ക്കകത്തായിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുടുംബവും ഒരു ദൈവിക സംരക്ഷണത്തിനകത്തായിരിക്കുന്നെങ്കിൽ, ഒരൊറ്റ ഏറും കൊള്ളിയല്ല, എറിഞ്ഞതിലേ പോവുള്ളൂ. ജീവിതം സാക്ഷിയാണ്, ഇല്ലയോ?
നമുക്കത് അനുഭവമാണ്. പലരും എറിയുന്നുണ്ട്, നമുക്കിട്ട് കൊള്ളത്തില്ല. അത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിക്കോളും. അവരെറിയുന്നുണ്ട്, അവരുടെ പണി അവർ കൃത്യമായി എടുക്കുന്നുണ്ട്, മുടക്കമില്ലാതെ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രാർത്ഥനയും കൂട്ടായ്മയും നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടോ. പല ഏറുകളും എറിഞ്ഞാലും നമുക്കിട്ട് കൊള്ളത്തില്ല. നമ്മളൊരു സുരക്ഷിത കവചത്തിനകത്താണ് ഉള്ളത്. ഇത് കാണാം, പക്ഷെ കാണാത്ത ഇതുപോലൊരു ദൈവിക സംരക്ഷണത്തിൻ്റെ മതിൽ നമ്മുടെ ചുറ്റും വേണം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പം ഈ മതിൽ നമ്മുടെ മുമ്പിൽ ഒറ്റ ഏറും കൊള്ളത്തില്ല, ഒരു തകർച്ചയും കയറി വരികയില്ല, ഒരു പരാജയവും സംഭവിക്കുകയില്ല, ഒരു അപകടവും കയറി വരികയില്ല, ഒരു നിലവിളി നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ ദൈവിക സംരക്ഷണത്തിനകത്താണ്. അതിനെന്തു വേണം? വാഗ്ദാന പേടകം എടുത്ത ചില നിയോഗമുള്ള മനുഷ്യരുടെ സഹായം നിങ്ങൾക്കും വേണം. ആ പ്രാർത്ഥന എന്നും കെട്ടിക്കൊണ്ടിരിക്കണം. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട വചനം ഇന്നലെ സൂചിപ്പിച്ചതാണെങ്കിലും ഒന്ന് പ്രാർത്ഥനയോടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുവാണ്. അതായത് ചില മനുഷ്യർ തകർന്നു പോയതും ചിലർ ഉയർന്നു വന്നതും എങ്ങനെയെന്ന് ഒന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. ഒന്നും കൂടെ പറയാം. ചില മനുഷ്യർ അവർ ജീവിതത്തിൽ ഉയർന്നു വന്നു. ചിലർ നല്ല ഉയർച്ചയിലായിരുന്നു, അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ കിടക്കുന്നു. ചിലർ ജീവിതത്തിൽ ഉയർന്നു വന്നതും എങ്ങനെയെന്നറിയണം. ചിലരെല്ലാം ഉണ്ടായിരുന്നിട്ടും പൊട്ടിപ്പൊളിഞ്ഞ് താഴെ കിടന്നതും എങ്ങനെയാണെന്ന് അറിയണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ദൈവം തരുന്നൊരു ഐശ്വര്യം ഉണ്ടാകട്ടെ. ഇത് പ്രാർത്ഥിക്കുന്നോ? ഈ വചനം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ചിലർ ജീവിതത്തിൽ തകർന്നതും ചിലർ ഉയർന്നു വന്നതും എങ്ങനെയെന്ന് അറിയണം. ഹല്ലേലൂയ. ഒന്നാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലെ വാക്യം ഇന്നലെ ഒന്ന് പറഞ്ഞതാ, എങ്കിലും അത് വേഗത്തിലൊന്ന് സൂചിപ്പിക്കുക. ഇന്നലെ പറഞ്ഞതിനോടൊപ്പം ഒന്ന് പറയുവാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ആരോട് പറയുന്ന ഇത്? അബ്രാഹാം. ദൈവം അബ്രാമിനോട് പറയുവാണ്, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. അടുത്തത്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ആ വാക്ക് നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ആ വാക്കൊന്ന് ഉറക്കെ പറഞ്ഞേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം നമ്മളെ ശപിക്കുന്ന ദൈവമല്ല, പ്രാകുന്ന ദൈവമല്ല. നമ്മുടെ ആൾക്കാർ നീ ഒന്നും ഗുണം പിടിക്കത്തില്ലെന്ന് പറയുന്ന ദൈവമല്ല, നീ ഒന്നും ഗതി പിടിക്കത്തില്ലെന്ന് പറയുന്ന ദൈവമല്ല, നീ രക്ഷപ്പെടത്തില്ല. മനുഷ്യരിങ്ങനെയൊക്കെ പറയും, നീ ഗതി പിടിക്കത്തില്ല, ശരിയാകത്തില്ല, നിനക്ക് പ്രാക്കുണ്ട്, നിൻ്റെ വഴികളെല്ലാം ഇങ്ങനെ ആകത്തേ ഉള്ളൂ. ഇതൊക്കെ മനുഷ്യർ നമ്മളോട് ദേഷ്യമുള്ളവരും അസൂയുള്ളവരൊക്കെ പറയും. പക്ഷെ ദൈവം ദൈവം ആരാണ്? ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ വീട്ടിൽ ദൈവം ഇരിക്കുന്നത് എന്തിനാണെന്നറിയോ? അനുഗ്രഹിക്കാനാണ്. ഹല്ലേലൂയ. ഏതു തകർന്നവനെയും ഏതു പാപിയെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്നോ? അനുഗ്രഹിക്കുന്ന ദൈവം. അനുഗ്രഹിച്ചിട്ടോ നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരനുഗ്രഹമായി. അങ്ങനെ നീ ഇതാ 12-ാം അധ്യായം ദൈവം അബ്രാഹത്തെ അനുഗ്രഹിക്കുന്നു. ഇത് യാഥാർത്ഥ്യത്തിലാകാൻ എത്ര വർഷം എടുത്തു? ഇത് യാഥാർത്ഥ്യത്തിലായോ? 12-ാം അധ്യായത്തിൽ ദൈവം അനുഗ്രഹിച്ചിട്ട് 25-ാം അധ്യായത്തിലാണോ യാഥാർത്ഥ്യമായത്? അല്ല, 13-ാം അധ്യായത്തിൽ. ഹല്ലേലൂയ. 13-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെ. ഇവിടെ ശ്രദ്ധിക്കണം. അബ്രഹാം ഉയർന്നു വന്നതിൻ്റെയും ലോത്ത് തകർന്നു പോയതിൻ്റെയും കാരണമാണ് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പാഠമാണ്, ബോധ്യമാണ്. ഈ ബോധ്യത്തിൽ നിന്ന് വേണം ആരാധിക്കാൻ. അബ്രഹാം ഒന്നുമില്ലാത്തൊരു കാലവും അബ്രാഹത്ത് സാധാരണ പോലെ ജീവിച്ച കാലമുണ്ട്. അന്ന് അബ്രഹാം ചെയ്ത കാര്യം 12-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിന്റെ നാമം വിളിച്ചു. ആര്? അബ്രഹാം. അബ്രഹാത്തിന് വലിയ കാശൊന്നും ഉണ്ടായി സമ്പത്തുണ്ടാകുന്നതിന് മുമ്പും അബ്രഹാം ബലിപീഠം പണിത്
ദൈവത്തിൻ്റെ നാമത്തെ മടി കൂടാതെ, ചമ്മൽ കൂടാതെ, നാണം കൂടാതെ, അവരെന്നാ വിചാരിക്കും, പുള്ളി എന്നാ പറയും, അയ്യോ എന്ന് വിചാരിക്കാതെ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചു. എപ്പം? ഇത്രയും സമ്പത്തൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ്. 13-ാം അധ്യായത്തിൽ ഭയങ്കര സമ്പത്തുണ്ടായി, അറിയപ്പെടുന്ന സമ്പന്നനായി. അപ്പോഴും ആരാധനയ്ക്ക് ഒറ്റ കുറവും വരുത്തിയില്ല. വാക്യം വായിക്കുക, 13-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുക. ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രാം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. ഇനി 6-ാമത്തെ വാക്യം, അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നും കൂടെ വായിച്ചേ. അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ചാൽ എന്തുണ്ടാകും? സമ്പത്തുണ്ടാകും. ആമേൻ. വിശ്വസിക്കുന്നു. സാമ്പത്തികമായും അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. ആമേൻ. പിടികിട്ടിയോ? സാമ്പത്തികമായി നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. നമുക്ക് നല്ല വീട് വേണം, നല്ല സഞ്ചരിക്കാൻ വാഹനം വേണം, എല്ലാവരും ഒപ്പം നിൽക്കാനുള്ള യോഗ്യത വേണം. വേണ്ടേ? എന്നും ഈ കന്നാലിക്കൂട് പോലെ വീട്ടിൽ കിടന്നാൽ മതിയോ? എന്നും ഈ നടന്നു പോയാൽ മതിയോ? പോരാ. ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി. 5 വർഷം മുമ്പും പ്രാർത്ഥന ആരാധനയായിട്ട് നടന്ന് 6 വർഷമായിട്ടും പുള്ളി ആ പൊട്ടിപ്പൊളിഞ്ഞ് കന്നാലിക്കൂട് പോലുള്ള വീട്ടിൽ കിടക്കുവാന്നല്ല കേൾക്കേണ്ടത്. ആരാധന തുടങ്ങിയ മനുഷ്യൻ, അവനെ ദൈവം സാമ്പത്തികമായും ദൈവം അനുഗ്രഹിച്ചു എന്ന് ഈ നാട്ടിലുള്ളവർ നമ്മളെക്കുറിച്ച് പറയാൻ ഇടവരണം. അല്ലാതെ പുള്ളി എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോയി, പുള്ളി അതിനേക്കാൾ ദാരിദ്ര്യത്തിൻ്റെ അപ്പുറത്ത് കിടപ്പുണ്ട്, അത് സാക്ഷ്യമല്ല. നമ്മുടെ ദൈവം ആരാന്ന് ബൈബിൾ 12-ാം അധ്യായം 13-ാം അധ്യായം, എൻ്റെ ബൈബിളിൽ ഇതൊക്കെ ഉണ്ട്. നിങ്ങളുടെ ബൈബിളിലുണ്ടോ എന്ന് നിങ്ങൾ വീട്ടിൽ പോയി നോക്കിക്കോളൂ. എൻ്റെ ബൈബിളിലുണ്ട്. 12-ാം അധ്യായത്തിൽ അബ്രാഹത്തെ അനുഗ്രഹിക്കുമ്പോൾ 13-ാം അധ്യായത്തിൽ അബ്രാഹത്തിന് പറയുക, അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റാത്ത വിധം സമ്പത്തുണ്ടായി വന്നു എന്ന്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും സാമ്പത്തികമായി പൊട്ടിപ്പൊളിഞ്ഞു പോയോ? നഷ്ടം വന്നോ? ചതി വന്നോ? ഇന്നലെ മിനിഞ്ഞാന്നൊരാൾ പറഞ്ഞു, സാമ്പത്തികമായി തകർന്ന് അതിൻ്റെ നെല്ലിപ്പലക കണ്ട് ഇനി രക്ഷപ്പെടൂലെന്ന്. ആ നെല്ലിപ്പലകയും പൊട്ടിപ്പോയോ? ആ പൊട്ടിപ്പോയ നെല്ലിപ്പലക മതി നീ രക്ഷപ്പെടാൻ. ഇവിടെ കിട്ടിയ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളാണെങ്കിൽ തകർന്ന് തരിപ്പണമായി നെല്ലിപ്പലക കണ്ടു നെല്ലിപ്പലകയും പൊട്ടിപ്പോയാലും നാളെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ തകർന്ന ആ നെല്ലിപ്പലക നാളെ ഒരു വലിയ ബിൽഡിംഗ് പണിയാനുള്ള പ്ലാറ്റ്ഫോം പോലെയായി മാറും. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ തകർന്നു പോകത്തില്ല, അവൻ രക്ഷപ്പെട്ടു വരും. ഇത് വായിക്കണം, ഇത് കണ്ടുപഠിക്കാനുണ്ട്. അബ്രാഹത്തെ ദൈവം, നമുക്ക് ചിലർക്കൊരു പൊട്ട ചിന്തയുണ്ട്, ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് ശുശ്രൂഷ കുറേ പ്രസംഗിക്കാനും കുറേ കൗൺസിലിംഗ് ഒക്കെ നടത്താനും ഇങ്ങനെ ശുശ്രൂഷയൊക്കെ നടത്തി ഇങ്ങനെ പാട്ടുകാരെ പോലെ പാടി നടക്കാനുള്ള അനുഗ്രഹമാണ് കിട്ടുന്നത്. നല്ല ദൈവം ഒരാളെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും. സാമ്പത്തികവും അനുഗ്രഹിക്കും, ആത്മീയമായി അനുഗ്രഹിക്കും, പ്രസംഗിക്കാൻ, പാടാൻ, നല്ല രാഷ്ട്രീയക്കാരനാകാൻ, നല്ല ബിസിനസ് നടത്താൻ, നല്ല ശുശ്രൂഷ ചെയ്യാൻ, നന്നായി പാടാൻ, വായിക്കാൻ, എല്ലാ അനുഗ്രഹവും ദൈവാനുഗ്രഹമാണ്. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് വേണം. 12-ാം അധ്യായത്തിൽ അനുഗ്രഹം കിട്ടിയ അബ്രഹാം 13-ാം അധ്യായത്തിൽ പറയുക, സമ്പത്ത് ഒന്നിച്ച് താമസിക്കാൻ പറ്റാത്ത വിധം വളരെയേറെ സമ്പത്തുണ്ടായി എന്ന്. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിയേ. ശ്രദ്ധിച്ചേ, ഇത് ആർക്കായി സമ്പത്തുണ്ടായേ? അബ്രാഹത്തിന്. ഈ പ്രാർത്ഥനയുള്ള അബ്രാഹത്തിന് അനുഗ്രഹമുള്ള സമ്പത്തുണ്ടായി. എല്ലാ സമ്പത്തും നമുക്ക് വേണ്ട, ലോകത്തിലുള്ള മുഴുവൻ കാശ് നമുക്ക് വേണ്ട. ദൈവം അനുഗ്രഹിച്ച് തന്ന കാശ് മതി, ദൈവം അനുഗ്രഹിച്ച് തന്ന ഭൂമി മതി, ദൈവം അനുഗ്രഹിച്ച് തന്ന വീട് മതി. ഹല്ലേലൂയ. അത് അനുഗ്രഹമാണ്. ഇനി അടുത്തത്, ഇത്ര സമ്പത്തുണ്ടായപ്പം ഒരു വഴക്കുണ്ടായി. ആരുമായിട്ട്? ലോത്തുമായിട്ട്. പുള്ളി ഭയങ്കര ബുദ്ധിക്കാരനാണ്. ആര്? ലോത്ത്. ഇച്ചിരി കുരുട്ട് ബുദ്ധിയൊക്കെ ഉണ്ട്, തന്ത്രമുണ്ട്. അതെവിടെ വിതച്ചു? അബ്രാഹത്തോട് ചെറിയ വഴക്ക്, പണിക്കാർ തമ്മിൽ വഴക്ക്. അപ്പോൾ പറയുവാണ്, അബ്രാഹാം പറഞ്ഞു, അതേ ലോത്തെ, നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട. ദൈവാനുഗ്രഹമുള്ളവൻ പറയുന്നൊരു വാക്കാണ്, വഴക്ക് വേണ്ട. നിനക്ക് വേണ്ടത് എടുത്തോണ്ട് പോ. ദൈവാനുഗ്രഹമുള്ളവൻ വഴക്കിന് പോകത്തില്ല.
വഴക്കുണ്ടാവുകയാണോ? നിനക്ക് വേണ്ടത് നീ എടുത്തോണ്ട് പോ, ആവശ്യമുള്ളത് എടുക്ക്, എനിക്ക് ദൈവം തന്നോളൂ. ആമേൻ. എനിക്ക് ദൈവം എന്നെ അനുഗ്രഹിച്ചോളൂ. എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ബോധ്യം കിട്ടിയിട്ടുണ്ട്. പല സമയത്തും വഴക്കുണ്ടാക്കി പ്രസംഗിക്കാൻ കയറത്തില്ല. എനിക്ക് 5 മിനിറ്റ് മതി. വേറൊരു വ്യക്തി പറയുന്നുണ്ട് അവിടെ എനിക്ക് പ്രസംഗിക്കണം, പുള്ളി എപ്പോഴും പ്രസംഗിച്ചാൽ ശരിയാവുമോ? പ്രസംഗിക്കട്ടെ, നീ 5 മിനിറ്റ് മതിയെന്നേ. എനിക്ക് ദൈവം തരുന്നത് മതി, അതെന്തായാലും. ദൈവം തരാത്ത 1 രൂപ എൻ്റെ അക്കൗണ്ടിൽ വരല്. ദൈവം തരാത്ത ഒരാളുടെയും ഫോൺ നമ്പർ എൻ്റെ ഫോണിൽ സേവ് ചെയ്യാൻ പോലും പാടില്ല. ദൈവം തരാത്ത ഒരാളുടെ നമ്പർ വെറുതെ എന്തിനാ സേവ് ചെയ്യുന്നത്? നോർമലായി പോട്ടെ, ദൈവം തരുന്നത് മതി. അബ്രാഹവും ലോത്തും പണിക്കാർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അബ്രാഹാം പറഞ്ഞ വാക്കുണ്ട്. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്. വഴക്ക് പാടില്ല. ദൈവാനുഗ്രഹം ഉള്ളവൻ പറയുന്ന വാക്കാ. അല്ലെങ്കിൽ അവൻ പറയില്ല വഴക്കുണ്ടാകട്ടെ, അങ്ങോട്ട് 2 കിട്ടട്ടെ, അവൻട്ട് പറയില്ല. അവൻ്റെ 2 അവർ ഇച്ചിരി അങ്ങനെ ഉണ്ടാകട്ടെ, അവൻ പഠിക്കട്ടെ, പറയില്ല. ദൈവാനുഗ്രഹമുള്ളവൻ വഴക്കുള്ള പറയും. നമ്മൾ തമ്മിൽ ഒരു കാര്യത്തിനും വഴക്ക് വേണ്ട കേട്ടോ. ചില വഴക്കുകളുണ്ടല്ലോ ദൈവാനുഗ്രഹത്തെ ഇല്ലാതാക്കും. പിടികിട്ടിയോ? വഴക്കുകളാണ് നമ്മുടെ കുടുംബത്തിലെ സമാധാനം ഇല്ലാതാക്കുന്നത്. അബ്രഹാം പറഞ്ഞു വഴക്ക് വേണ്ട. എന്നിട്ട് അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ, ഓക്കോ. ലോത്ത് ഏറ്റവും നല്ല ഭൂമി എടുത്തോണ്ട് പോയി. ഇനി എല്ലാവരും കുറച്ചു നേരം എന്നെ നോക്കിയേ, ഇച്ചിരി ശ്രദ്ധയോടെ കേട്ടെ. ബുദ്ധിക്കാരനാണ് ലോത്ത്. ഈ ലോത്ത് ഈ 12, 13, 14, 15 അധ്യായം നോക്കിക്കേ. ലോത്ത് എവിടെയേലും പുള്ളി വെറുതെയേലും ഒരു ബലിപീഠം പണിതെന്ന് എഴുതിയിട്ടുണ്ടോ നോക്കിയേ. എവിടെയേലും ദൈവത്തെ വിളിച്ചു എന്ന് എഴുതിയിട്ടുണ്ടോ നോക്കിക്കേ. ഒരക്ഷരം പോലും ഇല്ല. അബ്രാഹത്തിൻ്റെ കൂടെ നിന്ന് അബ്രാഹാം ബലി അർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കണ്ട മനുഷ്യൻ ഒരു പ്രാവശ്യം പോലും പോയപ്പോഴും സമ്പത്തുള്ളപ്പോഴും ബലി അർപ്പിക്കുന്നതോ പ്രാർത്ഥിക്കുന്ന പുള്ളിക്ക് നേരമില്ല. ബിസിയല്ലേ, ഭയങ്കര തിരക്കാണ്. പോയി എന്നിട്ട് ഈ സമ്പത്ത് ഗുണമുണ്ടായോ? 14-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചേ. സോദോമിൽ പാർത്തിരുന്ന അബ്രാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവന്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി. പുള്ളിയുടെ എല്ലാ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി. എല്ലാവരും ശ്രദ്ധിച്ചേ. ഇവിടെ അബ്രാഹത്തിനും അപ്പുറത്ത് സമ്പത്തുണ്ട്, പിടിച്ചോണ്ട് പോയി എന്ന് എഴുതിയിട്ടുണ്ടോ? ഒരു നിമിഷം എല്ലാവരും ഈ ഒരൊറ്റ വാക്ക് കേട്ടിട്ട് ഇവിടുന്ന് പോകാവുള്ളേ. പ്രാർത്ഥനയും ദൈവാരാധനയും ഉള്ളവന്റെ ഒന്നും ഒരാളും പിടിച്ചോണ്ട് പോകുകയില്ല. ഒരാളും, ഒരു മന്ത്രവാദിയോ കൂടോത്രോ ക്ഷുദ്രപ്രയോ അസൂയോ ഏഷണിക്കാരനോ ഒന്നും പിടിച്ചോണ്ട് പോകില്ല. ഈ 12, 13, 14 അധ്യായമൊക്കെ വായിക്കുമ്പോൾ ലോത്ത് പുള്ളി വെറുതെ പോലും എന്നാ ഒന്ന് ആരാധിച്ചേക്കാമെന്ന് ചിന്തിച്ചിട്ടില്ല. എന്നാൽ വെറുതെ പോലും ഒരു ബലിപീഠം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല. പ്രാർത്ഥനയില്ലാതെ ദൈവാരാധനയില്ലാതെ ബലിപീഠത്തോട് ബന്ധമില്ലാത്തവൻ്റെ സമ്പത്ത് ശത്രു പിടിച്ചുകൊണ്ടുപോയി. ഇവിടെ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? നിങ്ങളിരിക്കുന്ന ഈ മാതാപിതാക്കൾ കേൾക്ക്. നിങ്ങളിങ്ങനെ ആരാധനയും പ്രാർത്ഥനയോടെ നിൽക്കുമ്പം നിങ്ങളുടെ മക്കളെ ഒന്നും ആരും നഷ്ടപ്പെടുത്തിയല്ല കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പുറത്തു നിന്ന് ഒരുത്തൻ 4 കല്ല് പെറുക്കി എറിഞ്ഞാൽ നമുക്കിട്ട് കൊള്ളത്തില്ല. നമ്മളൊരു ഒരു ഭിത്തിയുടെ അകത്ത് കയറിയാണ് ഇരിക്കുന്നത്. ഭിത്തിക്കിട്ടേ കൊള്ളത്തുള്ളൂ. പ്രാർത്ഥനയുടെ ഒരു കവചമുള്ളവനെ ഒരേറും കൊള്ളില്ല. അവൻ്റേതായ ദൈവം അവന് കൊടുത്തതൊന്നും നഷ്ടപ്പെടുകയില്ല. എന്നാൽ ഇവിടെ എഴുതി വെക്കണ്ടേ, അബ്രാഹത്തിൻ്റെ സമ്പത്തും പിടിച്ചോണ്ട് പോയി, ലോത്തിൻ്റെ സമ്പത്തും പിടിച്ചോണ്ട് പോയി. എഴുതിയിട്ടില്ല. ഈ ഒരൊറ്റ അനുഗ്രഹം മതി നിങ്ങൾ മനസ്സറിഞ്ഞു ദൈവത്തെ ആരാധിക്കാൻ. ഇവിടെ 4 പേര് കൈപൊക്കി പ്രാർത്ഥിക്കുന്ന കണ്ടോണ്ട് ആരും കൈപൊക്കി പ്രാർത്ഥിക്കേണ്ട. ആരെങ്കിലും 4 പേര് പാടുന്ന കണ്ടോണ്ട് ആരും പാടണ്ട. ബോധ്യത്തിൽ നിന്ന് പാട്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഇത് ഇച്ചിരി പഠിക്കാനുണ്ട്. ഇതറിഞ്ഞാൽ നമ്മൾ ഒത്തിരി സന്തോഷിക്കും. സമ്പത്തില്ലാത്ത, ഒരു വലിയ സമ്പത്തില്ലാത്ത കാലത്തും അബ്രഹാം ബലിപീഠം പണിതു. സമ്പത്തെല്ലാം ഉണ്ടായിട്ട് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഇഷ്ടംപോലെ സമ്പത്ത് വന്നപ്പോഴും 13-ാം അധ്യായം അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. 13-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചേ. സമ്പത്തുണ്ടായപ്പോൾ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അതായത് അബ്രാഹത്തിന് ഇഷ്ടം പോലെ കാശും ദൈവാനുഗ്രഹത്തിൻ്റെ സമ്പത്തും ഉണ്ടായപ്പോൾ എഴുതിയിരിക്കുവാണ്, അബ്രഹാം തൻ്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള
മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. സമ്പത്തില്ലാത്ത സമയത്തും സമ്പത്തും കാശും വീടും പണവും എല്ലാം ഇഷ്ടം പോലെ ഉള്ളപ്പോഴും ബലിപീഠം നിർമ്മിച്ചു. ആമേൻ. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒരു കുറവും വരുത്തിയിട്ടില്ല. ആ അബ്രാഹത്തിന്റെ സമ്പത്ത് ഒരു കുഞ്ഞു പോലും എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഇന്ന് അനുഗ്രഹയിൽ വന്ന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നാട്ടുകാർ, ദേശക്കാർ, അല്ലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോൾ, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കളിയാക്കും, വിമർശിക്കും, ഒറ്റപ്പെടുത്തും, കൂടെ കൂട്ടത്തില്ല. പക്ഷേ ദൈവവചനത്തിൻ്റെ ജ്ഞാനം അറിഞ്ഞാൽ ഈ ലോകം മൊത്തം എതിര് നിന്നാൽ അവൻ ആരാധിച്ചു കൊണ്ടിരിക്കും. അതിനൊരു മടിയും വരുത്തത്തില്ല. കാരണം എന്നറിയാമോ? ലോത്ത് ബലിപീഠം നിർമ്മിച്ചില്ല, പ്രാർത്ഥിച്ചുമില്ല, ആരാധിച്ചുമില്ല. അവൻ്റെ സമ്പത്തൊക്കെയും അവൻ്റെ കയ്യിൽ നിന്ന് പോയി. അവനത് ഗുണമുണ്ടായില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ്റെ ഒന്നും ആരും പിടിച്ചടക്കുകയില്ല. ഈ ലോത്തിൻ്റെ സമ്പത്ത് മുഴുവൻ പിടിച്ചോണ്ട് പോയി. ഉടനെ ലോത്തിൻ്റെ കുറച്ച് ജോലിക്കാർ ഓടി വന്ന് അബ്രാഹത്തോട് പറഞ്ഞു, അതേ, ലോത്തിൻ്റെ എല്ലാ സമ്പത്തും പിടിച്ചുകൊണ്ട് പോയി, ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 14 സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ, ആര്? വലിയ പുള്ളിയായ ലോത്ത് ഇപ്പം ജയിലിൽ കിടക്കുക. പുള്ളി വലിയ മിടുക്കനായിരുന്നു, പക്ഷെ പുള്ളി തോറ്റുപോയി. പുള്ളി ജയിലിൽ കിടക്കുക. തടവിലാണെന്ന് കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും. എവിടെ ജനിച്ചു വളർന്നവരാണ്? അബ്രാഹത്തിന്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായ 318 പേരോടൊപ്പം. എൻ്റെ ദൈവം! അപ്പം എത്ര പേർക്ക് ശാപ്പാട് ഒരു ദിവസം വെക്കണം? ബ്രേക്ക്ഫാസ്റ്റ് എത്ര പേർക്ക് വേണം? ചിന്തിച്ച്. 318 പേരോടൊപ്പം. അത് എല്ലാം നല്ല സൈസ് ആൾക്കാരാ, പയറ്റി തെളിഞ്ഞവരാണ്, നല്ലപോലെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ വീട്ടിൽ 4 പേരേ ഉള്ളൂ, ശാപ്പാട് ഉണ്ടാക്കാൻ പെടുന്ന ബെടാപ്പാട് നിങ്ങൾക്കറിയാം. ഇത് എത്ര പേരുണ്ട്? 318 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. 310 ഡെയിലി 317 ഉച്ചയ്ക്ക് ശാപ്പാട് വേണം. 4 മണിക്ക് ചായയും കടിയും വേണം. എന്നാ ചില വലിയ കല്യാണ വീട്ടിൽ വെക്കുന്ന ചെമ്പ് തന്നെ വേണം ഈ വീട്ടിൽ ഫുഡ് വെക്കണമെങ്കിൽ. ആരുടെ വീട്ടിൽ? അബ്രാഹത്തിൻ്റെ വീട്ടിൽ. അങ്ങനെ എഴുതിയിട്ടുണ്ട്. തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായ 318 പേരോടൊപ്പം അബ്രാം ദാൻ വരെ അവരെ പിന്തുടർന്നു. ആരുടെ സഹായം വേണ്ടി വന്നു? തോപ്പിക്കാൻ ശ്രമിച്ച ലോത്തിന് ഇപ്പം പ്രാർത്ഥനയുള്ളവൻ്റെ സഹായം ആവശ്യമായി വന്നു. ഇവിടെ ഇരിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളെ ഒരു കാലത്ത് തോപ്പിക്കാൻ നോക്കിയവരില്ലേ, നാളെ നിങ്ങൾ അവരെ സഹായിക്കേണ്ടി വരും. എഴുതി വെക്കണേ, എവിടെയേലും എഴുതി വെച്ചേ. ഇന്നല്ല എന്നേലും നിങ്ങളെ തോപ്പിക്കാൻ നോക്കിയവർ നിങ്ങളോട് സഹായം ചോദിച്ചു വരും. നമ്മളെ തോപ്പിക്കാൻ നോക്കിയവർ തന്നെ വരും. എന്നെ എങ്ങനെയും ഒന്ന് സഹായിക്കാൻ പറ്റുമോ നിനക്ക്? ചോദിച്ചു വരും. ഇത് വലിയ കാര്യമല്ലേ? അപ്പം ബലിപീഠം പണിതവൻ തോറ്റോ? ഇല്ല. കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചവൻ പരാജയപ്പെട്ടു പോയോ? ഇത് എഴുതി വയ്ക്കണം. ഇത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഇരുത്തി പറഞ്ഞു കൊടുക്കണം. അവർക്കിത് മനസ്സിൽ വരുമ്പം നിങ്ങൾ നാളെ അവരെ വഴക്ക് പറയണ്ട. അവർ ദൈവത്തിൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ പോകാൻ അവർ ഭയങ്കര അഭിഷേകമുള്ളവരായി നിൽക്കും. അവരെവിടെയായാലും അവർ ദൈവത്തെ ആരാധിക്കും. ഇതൊക്കെ നമ്മളോട് ചെറുപ്പത്തിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുമായിരുന്നു, നമ്മളും രക്ഷപ്പെട്ടേന്. ഇതൊക്കെ നേരത്തെ അറിയുമായിരുന്നേ എനിക്കും ഇച്ചിരി ഗുണമായിരുന്നു. ഇത് പിന്നീടാണ് ഇതൊക്കെ പിടികിട്ടിയത്. ഇച്ചിരി നേരത്തെ ഇതൊക്കെ അറിയേണ്ടതായിരുന്നു. അബ്രാഹം തകർക്കാൻ നോക്കിയ ലോത്തിനെ ഇപ്പം ആരാ സഹായിച്ചത്? അബ്രാഹം സഹായിക്കാൻ പോവുകയാണ്. നിങ്ങളെ പലരും വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് തോപ്പിക്കാനും ഉപദ്രവിക്കാനും തരം താഴ്ത്താനൊക്കെ നോക്കിയില്ലേ? കുറച്ച് നാളുകൾ ഇങ്ങനെ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ സഹായം ചോദിച്ച് അവർ വരും. അത് ജോൺ ഇന്നലെ പറഞ്ഞായിരുന്നില്ലേ? അല്ലെ, പാട്ട് പാടുന്ന ജോണ് പറഞ്ഞു, പുള്ളിയുടെ പാട്ട് പാടുമ്പോൾ വേറൊരാൾ പറഞ്ഞു ഇവൻ്റെ പാട്ട് കേട്ടാൽ കുർബാനയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവനെ പാടിക്കണ്ടെന്ന് എന്ന് പറഞ്ഞു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അതേ വ്യക്തി തന്നെ പറയുക, പെരുന്നാളിന് ഞാനാ പെരുന്നാൾ ഈ വർഷം നടത്താൻ പോകുന്നത്, നീ വേണം പാടാൻ വരാൻ പറ്റുമോ എന്ന്.
തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന ഒരു ദൈവം, ഒരു ഒടയ തമ്പുരാൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ബലിപീഠം പണിത് കരമുയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ നാമം വിളിച്ചവൻ തോറ്റുപോയെന്നാണോ വേദപുസ്തകം പറയുന്നേ? അവൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന പയറ്റി തെളിഞ്ഞ 350 പട്ടാളക്കാരെ പോലെ ആൾക്കാരുണ്ട്. ഇത്രയും പേർക്ക് ശാപ്പാട് കൊടുക്കണമെങ്കിൽ തന്നെ നല്ല കാശ് വേണം. നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടത്തില്ല. ബലിപീഠം പണിത് അബ്രാഹാം ഒന്നിനൊന്നിനെ ഉയർന്നിട്ടേ ഉള്ളൂ. ആമേൻ. ഇവിടുന്ന് പോകുമ്പോൾ മറക്കല്ല്, ചിലർ ഉയർന്നു വന്നതിൻ്റെയും ചിലർക്ക് ഉരുട്ട് ബുദ്ധിയും എല്ലാ ബുദ്ധിയും ഉപയോഗിച്ച് ഉയർന്നു വന്നെങ്കിൽ അതിനേക്കാൾ വേഗത്തിൽ താഴെ വീണ് പൊട്ടിപ്പോയതിനും കാരണമുണ്ട്. ചിലർ ഉയർന്നു വന്നു, പൊട്ടി താഴെ വീണുപോയി. ചിലരൊന്നുമില്ലായ്മ കയറി കയറി വന്നു, നിലനിൽക്കുന്ന ഒരു അനുഗ്രഹത്തിലെത്തി. അങ്ങനെ അബ്രാഹാം അവരെ സഹായിച്ചു, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിച്ചു. ഒന്ന് വായിച്ചത്. രാത്രി അവൻ തൻ്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിച്ച് ദമാസ്കസിന് വടക്കുള്ള ഹോബ വരെ ഓടിച്ചു. അടുത്തത്, അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു. ഒന്നും കൂടെ പതുക്കെ വായിച്ചേ. അവൻ നഷ്ടപ്പെട്ടു പോയ സമ്പത്തൊക്കെ വീണ്ടെടുത്തു. അവൻ തിരിച്ചു പിടിച്ചു. ആര്? ബലിപീഠം പണിത് ദൈവത്തിൻ്റെ നാമം വിളിച്ചവനാ ഇതെല്ലാം തിരിച്ചു പിടിച്ചത്. പ്രാർത്ഥനയിൽ ചിലതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. വെയിറ്റ് ആൻഡ് സീ ദ മിറക്കിൾ. ഒരത്ഭുതത്തിന് വേണ്ടി കാത്തിരുന്നോ കേട്ടോ, ഒരുങ്ങിയിരുന്നോ, അനുഗ്രഹവാ. പ്രാർത്ഥനയുള്ള അബ്രാഹത്തെ തോപ്പിക്കാൻ നോക്കിയിട്ട് തോറ്റില്ല പുള്ളി. നഷ്ടപ്പെട്ടത് വീണ്ടെടുത്തു. പിന്നെയോ ചാർച്ചക്കാരനായ ലോത്തിനെയും അവന്റെ വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു. മൊത്തം അവർ പിടിച്ചോണ്ട് പോയത് മൊത്തം തിരിച്ചു പിടിച്ചു. ആര്? ബലിപീഠം പണിത് പ്രാർത്ഥിച്ചവനെല്ലാം തിരിച്ചു പിടിച്ചു. ആരും പറയരുത് ഇതൊക്കെ മണ്ടപ്പരിപാടിയാണ്, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്, ഇതൊക്കെ ഒരു ബിസിനസ്സാണ്, ഇതൊക്കെ എന്തൊക്കെയോ കണ്ണിൽ പൊടിയിടാനുള്ള കാര്യമാണ്, അതൊക്കെ അവിടെ ഇവിടെ കൊണ്ടായിരിക്കാം. പക്ഷെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും തട്ടിപ്പും ബിസിനസ്സും ഒന്നുമല്ല. ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമല്ല. ഈ സ്ഥലത്ത് ഒരു ബിസിനസ്സും ഇല്ല. ഇവിടെ ഒരു അക്കൗണ്ട് നമ്പർ കാണത്തില്ല. ഇവിടെ ആരും പൈസ ഇടണമെന്ന് പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ തരിക, ഇഷ്ടമില്ലേ തരേണ്ട. അതിലൊന്നുമല്ല. നിങ്ങൾ ദൈവത്തെ ആരാധിച്ച് ഒന്നിനൊന്ന് അനുഗ്രഹത്തിൽ കയറി വരണം. അത് അനുഗ്രഹമായിട്ട് മാറിക്കൊള്ളും. 1 രൂപയും തന്നില്ലേലും സന്തോഷമായിട്ടിരിക്കുക. ഒരു നേർച്ച ഇടാൻ ഒന്നും പറ്റിയില്ലെങ്കിൽ അതൊന്നും വിഷയമല്ല. നിങ്ങൾ ഒരു സ്പോൺസറും ചെയ്യേണ്ട. നിങ്ങൾ 1 രൂപ നേർച്ചപ്പെട്ടിൽ ഇടുകയും വേണ്ട. നിങ്ങൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. ദൈവം നിങ്ങളെ ഉയർത്തുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക. അനുഗ്രഹം തിരിച്ചു നടന്നു വരുന്നത് നിങ്ങൾ കാണും. നിങ്ങൾ മറ്റുള്ളവരെ സത്യസന്ധമായി സ്നേഹിക്കുക. സ്നേഹം നിങ്ങളുടെ അടുത്തേക്കും തിരിച്ചു നടന്നു വരും. ഇത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരാളെ അനുഗ്രഹിച്ച നീ അനുഗ്രഹിച്ചോളൂ, ദൈവം അനുഗ്രഹിച്ചോളൂ. ഇങ്ങനെ പറഞ്ഞു നോക്കിയേ, അനുഗ്രഹം പതുക്കെ നിൻ്റെ അടുത്തേക്കും വരും. അത് തേടിപ്പോകേണ്ടി വരില്ല, അത് അടുത്ത് വരും. സ്നേഹിച്ച് സത്യസന്ധമായി സ്നേഹിച്ച് നോക്ക്, നല്ല സ്നേഹം നിൻ്റെ അടുത്തേക്കും നടന്നു വരും. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവമാ എൻ്റെയും ദൈവം. ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥനയുള്ള അബ്രാഹാം സകലതും തിരിച്ചു പിടിച്ചു. സകല നഷ്ടപ്പെട്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പറയട്ടെ, ലോത്ത് വഴക്കുണ്ടാക്കി എനിക്ക് വലിയ സ്ഥലം വേണമെന്ന് പറഞ്ഞ ആളാ. പക്ഷേ അബ്രാഹത്തെ തോപ്പിക്കാൻ നോക്കി. പക്ഷെ അവസാനം അബ്രാഹത്തിൻ്റെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചവൻ്റെ സഹായം അവന് വേണ്ടി വന്നു. പ്രാർത്ഥിക്കുന്ന നിന്നെ ആരെയിലുമൊക്കെ തോപ്പിക്കാൻ നോക്കിയോ, ചിലരെ നാളെ നീ അവരെ സഹായിക്കേണ്ടി വരും. അവർ നിന്റെ സഹായം ചോദിച്ചു വരും. എന്നെ ഒന്ന് സഹായിക്കാവോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, ഒന്ന് വരാവോ, ഒന്ന് പറയാവോ, ഒന്ന് പുള്ളിയോടൊന്ന് ശുപാർശ ചെയ്യാൻ പറ്റുമോ? സഹായം ചോദിച്ചു വരും. ആരെ? ബലിപീഠം പണിത
ഒന്നുമില്ലാത്തപ്പോഴും ഉള്ളപ്പോഴും പ്രാർത്ഥനയിൽ ഒരു കുറവും വരുത്താതിരുന്ന അബ്രാഹത്തെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചത്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയം നഷ്ടപ്പെടുത്തി കളയരുത്. വിലയുള്ളത് വില കൊടുത്ത് വാങ്ങിക്കൊള്ളണം. വിലയുള്ളതിന് വില കൽപ്പിക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. ഇനി ഒരു വേഗത്തിൽ ഒരു കാര്യം പറഞ്ഞു നിർത്തുവാണ്. ഈ അബ്രാഹാം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ പുരോഹിതന്മാരെല്ലാം പറഞ്ഞു, അതെ അബ്രാഹാം, നിന്റെ കൂടെയുള്ള ആ 318 പേരെ ഇങ്ങോട്ട് താ, എൻ്റെ സമ്പത്തൊക്കെ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അവിടുത്തെ ആൾക്കാർ തിരിച്ച് വലിയ വിജയമായിട്ട് വന്നപ്പം കുറേ സമ്മാനമൊക്കെ നൽകിയിട്ട് അബ്രാഹത്തോട് പറഞ്ഞു, അതെ അബ്രാഹാം, നിന്റെ കൂടെയുള്ള ആ 318 പേരെ ഇങ്ങോട്ട് താ, എൻ്റെ സമ്പത്തെല്ലാം എടുത്തോളാൻ പറഞ്ഞു. അതൊന്ന് വായിച്ചേ, 21-ാമത്തെ വാക്യം. സോദോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു. ആര് പറഞ്ഞു? സോദോം രാജാവ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പദവിയോളം നിൽക്കുന്ന ഒരാളാണ് സോദോം രാജാവ്. അത്ര ആളോട് ഡയറക്റ്റ് ബന്ധമാണ് അബ്രാഹത്തിന്, വലിയ ബന്ധമാണ്. രാജാവ് അബ്രാമിനോട് പറഞ്ഞു, ആളുകളെ എനിക്ക് വിട്ടുതരിക, എൻ്റെ കൂടെയുള്ള 318 പേരെ എനിക്ക് താ, സമ്പത്തൊക്കെ നീ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അബ്രാഹാം പറയുവാണ്, നീ തരുന്ന ഒരു സമ്പത്തും എനിക്ക് വേണ്ട, നിന്റെ കാലേ കിടക്കുന്ന ചെരുപ്പിൻ്റെ വള്ളി പോലും ഞാൻ സ്വീകരിക്കത്തില്ല. നീ സമ്പത്ത് തന്നാൽ നാളെ നീ പറയും അബ്രാഹത്തെ സമ്പന്നനാക്കിയത് ഞാനാണ്, എന്നെ സമ്പന്നനാക്കുന്നത് ദൈവമാണ്. എഴുതിയിട്ടുണ്ട്, വായിക്കാം. നിങ്ങളുടേതായ സമ്പത്തെല്ലാം നീ എടുത്തോളാൻ പറഞ്ഞു. നമ്മളാണ് ചാടി വീഴും, സമ്പത്ത് ഇങ്ങ് പോരട്ടെ, ഇമാരെല്ലാം കൊടുത്തേക്കാൻ പറയും. അബ്രാഹാം പറഞ്ഞു, അവിടെ നിൽക്കട്ടെ, എനിക്ക് ഈ സമ്പത്ത് വേണ്ടെന്ന് പറഞ്ഞു. അതാ എല്ലാ സമ്പത്തും നമുക്ക് വേണ്ട, എല്ലാവരും തരുന്ന പൈസ നമുക്ക് വേണ്ടെന്നേ. അനുഗ്രഹമുള്ളതും ദൈവാനുഗ്രഹമായിട്ട് വരുന്നത് മതി. എല്ലാ സമ്പത്തും ചേരത്തില്ല. ഒരാൾ പറഞ്ഞു, തേൻ നല്ലതാണ്, ഔഷധ ഗുണമുള്ളതാണ് തേൻ, നെയ്യും നല്ലതാണ്, അതും ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് രണ്ടും ചേർന്ന വിഷമാവുന്നു. തേനും നെയ്യും ഒരുമിച്ച് വന്നാൽ അത് വിഷം രൂപത്തിലാവുന്നു. രണ്ടും രണ്ടായിട്ട് നല്ലതാണ്. ചിലതൊന്നും നമുക്കൊട്ടും ചേരത്തില്ല കേട്ടോ. ചിലത് ചേർന്നാൽ അത് വിഷമാകും, ചിലത് ചേർന്നാൽ അത് വേദനയാകുമെന്ന്. തേൻ നല്ലതാണ്, ഔഷധ ഗുണമുള്ളതല്ലേ. നെയ്യോ അത് ഗംഭീരമാണ്, അതിനൊരു കുപ്പിക്ക് നല്ല കാശ് കൊടുക്കണം. പക്ഷെ ഇത് രണ്ടും നല്ലതായാലും ഒരുമിച്ച് ചേർന്നാൽ അത് വിഷം പോലെ ആകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ചേരുന്നതല്ല. അബ്രാഹാം പറഞ്ഞ വാക്കടുത്തത്. അബ്രാഹാം പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ മുൻപിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു. ഞാൻ കമ്മിറ്റി കൂടിയിട്ട് പറയാമല്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊന്നുമല്ല, ഞാൻ ഇവിടെ വച്ച് ശപഥം ചെയ്യുന്നു, നിങ്ങളുടേതായ ഒരു ചരടോ ഒരു വള്ളിയോ ചെരുപ്പിന്റെ വാറ് പോലും ഞാൻ സ്വീകരിക്കില്ല. നിങ്ങൾ തരുന്ന ഒരു വള്ളി കഷ്ണം, ഒരു നൂല് പോലും എനിക്ക് വേണ്ട. നിങ്ങളുടെ കാലേ കിടക്കുന്ന ചെരുപ്പിന്റെ വള്ളി പോലും ഞാൻ സ്വീകരിക്കത്തില്ല. കാരണം ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന്. നാളെ നിങ്ങൾ പറയും, ഞാൻ കാശ് കൊടുത്തിട്ടാ പുള്ളി വീട് വെച്ചത്, ഞാൻ കാശ് കൊടുത്തിട്ടാ പുള്ളി വണ്ടി മേടിച്ചതെന്ന് പുള്ളി പറയും. അതുകൊണ്ട് എന്നെ അത് പറഞ്ഞതിൻ്റെ അർത്ഥം അബ്രാഹാം പറയുക, എന്നെ സമ്പന്നനാക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ഇതാണ്. ഇന്ന് കണ്ണുകൾ അടച്ച്, ഇതൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി ഇതൊക്കെ വായിക്കണം കേട്ടോ. സമയമുള്ളതുപോലെ എപ്പോഴേലുമൊക്കെ പ്രയോജനപ്പെടും. ഗുണം ചെയ്യും, പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. സൂര്യൻ ഉദിക്കുമ്പോൾ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് പോലെ ദൈവാനുഗ്രഹമുള്ള വാക്കുകളും വചനം കേൾക്കുമ്പോൾ വെളിച്ചം ഉദിക്കുന്ന പോലെ അനുഗ്രഹം ഉദിച്ചു വരും. എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിച്ച് തമിഴിൽ നമുക്കത് പാടിയാലോ? നാനും എൻ വീടും എൻ വീട്ടാറനെ വരും ഒയാമൽ നன்றி സൊൽവോ. അതൊന്ന് പറയാൻ തുടങ്ങുമ്പോൾ എന്നറിയാമോ? അബ്രാഹാം പറഞ്ഞു, സോദോം രാജാവ് പറഞ്ഞു, അതേ അബ്രാഹാം, നിന്റെ കൂടെയുള്ള 318 പേരെ ഇങ്ങോട്ട് താ, ഞാൻ നിനക്ക് എൻ്റെ സമ്പത്തെല്ലാം കാശെല്ലാം നിനക്കങ്ങ് തരാം. നമ്മളാണ് ചാടി വീണേനെ കാശെന്ന് കേൾക്കുമ്പം അബ്രാഹാം പറഞ്ഞു, ഞാനൊന്ന് ട്രസ്റ്റ് മീറ്റിംഗ് കൂടിയിട്ട് പറയാം, വെയിറ്റ് ചെയ്യും, 31-ാം തീയതി അറിയിക്കാം, കമ്മിറ്റി ഒന്ന് കൂടട്ടെ, ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? അബ്രാഹാം അവിടെ വെച്ച് പറഞ്ഞു, അതേ, നിങ്ങളുടെ ചരടോ കാലേ കിടക്കുന്ന ചെരുപ്പിൻ്റെ വാറോ ഞാൻ എടുക്കത്തില്ല. നിങ്ങൾ തരുന്ന ഒരു സമ്പത്തും എനിക്ക് വേണ്ട. കാരണം ചിലപ്പോൾ നാളെ നിങ്ങൾ മൈക്ക് കെട്ടി പ്രസംഗിക്കും, അബ്രാഹത്തെ സമ്പന്നനാക്കി ഞാനാണെന്ന്. എന്നെ സമ്പന്നനാക്കിയത്
ദൈവമാണ്. ഹല്ലേലൂയ. അതാ നിങ്ങളെ സമ്പന്നനാക്കുന്ന ദൈവമുണ്ട്. അബ്രഹാം എങ്ങനെയാ ഉയർന്നു വന്നത്? ലോത്ത് എങ്ങനെയാ എല്ലാം ഉണ്ടായിട്ടും തകർന്നു പോയത്? വായിച്ചാൽ പിടികിട്ടും. ദൈവത്തിൽ ആരാധനയും പ്രാർത്ഥനയും ഉള്ളവൻ തകർന്നിട്ടില്ല. പ്രാർത്ഥനയുള്ളവൻ, ദൈവത്തെ വിളിച്ചവൻ, ബലിപീഠം പണിതവൻ തോറ്റിട്ടില്ല. എന്നാൽ ഇതൊന്നും ഇല്ലാത്തവൻ ഒന്നും അല്ലാണ്ടായിപ്പോയി. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്നും രക്ഷപ്പെടണമെന്നും ആഗ്രഹമുണ്ടോ? ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് ബലിപീഠം പണിയണം, ദൈവത്തോട് ബന്ധമുണ്ടാകണം. ഈ സ്ഥലം ഏതാണെന്നറിയാമോ? അനേകം മനുഷ്യർ ദൈവത്തോട് ബന്ധം ആരംഭിക്കുന്ന സ്ഥലമാണിത്. ദൈവത്തോടുള്ള ബന്ധം അനേകം മനുഷ്യർ ആരംഭിച്ച സ്ഥലത്താണ് നിങ്ങൾ വന്ന് ഇരിക്കുന്നത്. എല്ലാ സമ്പത്തും വേണ്ട, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചേ, എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ബലിപീഠം പണിത അബ്രാഹത്തിന്റെ സമ്പത്ത് ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ? ബലിപീഠം പണിത അബ്രാഹത്തിന്റെ മക്കളെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ? ബലിപീഠം പണിത അബ്രാഹത്തിന്റെ ഭാര്യ ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ? ഒരാൾ പിടിച്ചോണ്ട് പോയിട്ടില്ല. എന്നാൽ ബലിപീഠവും പണിതില്ല, പ്രാർത്ഥിച്ചുമില്ല, ദൈവത്തെ ആരാധിച്ചുമില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ലാത്ത ലോത്തിന്റെ ഭാര്യയും മക്കളെയും സമ്പത്തിനെയും മറ്റ് ശത്രുക്കൾ പിടിച്ചോണ്ട് പോയി. എന്താ ഇത് പഠിപ്പിക്കുന്നത്? ആരാധിക്കുന്നവനെ സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നവനെ പൊതിയുന്നൊരു ദൈവമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നവനെ കരുതുന്നൊരു ദൈവമുണ്ട്. അവൻ്റെതായതൊന്നും ആരും പിടിച്ചോണ്ട് പോകില്ല. ഒരു മന്ത്രവാദി അല്ല, ഇനി 1000 പേര് ഒരുമിച്ചിരുന്ന് മന്ത്രവാദം ചെയ്താലും കൂടോത്രം ചെയ്താലോ അവൻ്റെതായ ഒന്നിനെയും ദൈവം പിശാച് ശത്രു പിടിച്ചോണ്ട് പോകില്ല. ദൈവം അവനെ സൂക്ഷിക്കുക തന്നെ ചെയ്യും. കണ്ണുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാവരും പാടിയേ. നാനും എൻ വീടും എൻ വീട്ടാരണൈവരും ഓയാമൽ നன்றி சொல்வோம். நானும் என் வீடும் என் வீட்டாரணൈവരും ഓയാമൽ നன்றி சொல்வோம். ഒരു കറു പോലെ കാത്തീരേ, ഒരു കറു പോലെ കാത്തീരേ നன்றി. എന്നെ സിതയാമൽ സുമന്തീരേ നன்றി. ഒരു കറു പോലെ കാത്തീരേ നன்றി. എന്നെ സിതയാമൽ സുമന്തീരേ നன்றി. എബിനേശ്വരേ എബിനേശ്വരേ ഇന്നാൾ വരെ സുമന്തവരേ. എബിനേശ്വരേ എബിനേശ്വരേ എന്നിനവായി ഇരുപ്പവരേ നன்றി നன்றി നன்றി. இதயத்தின் சுமந்தீரே நன்றி 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 நன்றி. കറുപോലെ കാത്തീരേ നன்றി. പ്രാർത്ഥനയോടെ ഈ സമയം തീരുമ്പോൾ വാഗ്ദാന പേടകം വഹിച്ച പുരോഹിതൻ്റെ കാല് ആ വെള്ളത്തിൻ്റെ സൈഡിലൊന്ന് വച്ചതേ ഉള്ളൂ. അത്ഭുതമാണ് നടന്നത്. ഇന്നും അങ്ങനെയാണ്. വാഗ്ദാന പേടകം എടുക്കുന്ന നിയോഗമുള്ള മനുഷ്യരെ ദൈവത്തിന് ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയായി മാറട്ടെ. ചില ഒഴുക്കുകൾ നിലയ്ക്കും, നമ്മുടെ നന്മയെ ഇല്ലാതാക്കുന്ന, ഐശ്വര്യത്തെ കളയുന്ന, അനുഗ്രഹത്തെ കെടുത്തുന്ന എല്ലാ ഒഴുക്കും നിൽക്കട്ടെ. ലക്ഷ്യത്തിലെത്തുന്നതുവരെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.